നമസ്കാരം. ഏതാണ്ട് കാൽ നൂറ്റാണ്ട് മുമ്പ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് സ്വന്തമാക്കി അധികാരം സ്ഥാപിച്ച പിണറായി വിജയൻ എന്ന നേതാവ് 2016 ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ മുതൽ 10 വർഷം തുടർച്ചയായി തൈക്കണ്ടി കുടുംബത്തെ ഒരു മാഫിയ സംഘമാക്കി വളർത്തുകയായിരുന്നു. വിജയൻ എന്ന മാഫിയ ഡോണിൻ്റെ നേതൃത്വത്തിൽ മകനും മകളും ഇവരുടെ സുഹൃത്തുക്കളുമൊക്കെ ചേർന്ന് കേരളത്തെ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാമോ അങ്ങനെയൊക്കെ കൊള്ളയടിച്ചു. പതിവ് രാഷ്ട്രീയക്കാരുടെ അഴിമതികൾ, അത് കമ്മീഷനാവട്ടെ കൈക്കൂലി ആവട്ടെ, അവയൊക്കെ എങ്ങനെ നിയമപരമായി നടത്താം എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ഗൂഢാലോചന. ലോകമെമ്പാടുമുള്ള മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും പഴയ SFIക്കാർ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരെ ചാക്കിലാക്കി അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോട് പോലും കമ്മീഷൻ വ്യവസ്ഥയിൽ ഇടപാട് നടത്തിയായിരുന്നു അഴിമതി പൊലിപ്പിച്ചത്. സ്വർണ്ണക്കടത്തും കറൻസി കടത്തുമൊക്കെ ആവേശത്തോടുകൂടി ചെയ്തെങ്കിലും മഹാദുരന്തങ്ങൾ ഒന്നിനൊന്നായി വേട്ടയാടിയപ്പോൾ ഈ അഴിമതിയൊക്കെ ഈ ദുരന്തങ്ങളുടെ മറയിലേക്ക് മാറ്റി നിർത്തി രക്ഷക വേഷം കെട്ടി നാടിനെ കൊള്ളയടിച്ച് കൊടുത്തു തടിച്ചു. ഈ കൊള്ളയൊക്കെ നടത്തിയിട്ടും വീണ്ടും തങ്ങളെ അധികാരത്തിലെത്തിച്ച നാട്ടുകാരെ നോക്കി തട്ടഹസിച്ചുകൊണ്ട് മറയില്ലാതെ കൊള്ളയടിക്കാൻ തുടങ്ങി. രണ്ടാം ഭരണത്തിൽ ഏതെല്ലാം തരത്തിൽ പണമുണ്ടാക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ ഇവർ ധനസമ്പാദനം തുടങ്ങി. വളരെ വിചിത്രമായ പല വഴികളിലൂടെയും ഇവർ അഴിമതി നടത്തി. ഉദാഹരണത്തിന് ഇടുക്കിയിൽ ഒരു റെഡ് സോണിൽപ്പെട്ട ഭൂമി ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങി അവിടെ ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചത് ഒരു അഴിമതിയായിരുന്നു. ആ വില വ്യത്യാസത്തിൽ ഒരു വിഹിതം പാർട്ടിക്ക് കിട്ടും. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ അഴിമതി നടത്തിയതിനൊപ്പമാണ് പിണറായി വിജയൻ നിയമപരമായി അഴിമതി നടത്താൻ മകളുടെ പേരിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് ആ കമ്പനികൾ ഇൻവോയ്സ് കൊടുത്ത് മാസപ്പടി വാങ്ങി അത് കണക്കിൽപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ സത്യത്തിനൊപ്പമായിരിക്കും ദൈവം എന്ന കാര്യത്തിൽ നമുക്കൊക്കെ ഇപ്പോഴുമുള്ള വിശ്വാസം ശരിവെച്ചുകൊണ്ട് ഇങ്ങനെ അഴിമതി പണം കൈകാര്യം ചെയ്ത ഒരുത്തൻ ആർത്തിമൂത്ത് അതിൻ്റെയൊക്കെ കണക്ക് എഴുതി വെച്ചതോടെ പിടിവീണു ആദ്യമായി വീണ വിജയനെ. കരിമണൽ കർത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ സ്ഥാപകനാണ് വാസ്തവത്തിൽ ഈ മാസപ്പടിയുടെ പൊരുൾ അഴിച്ചത്. കടലിലൊഴിച്ചാലും അളന്നൊഴിക്കണം എന്ന് വിശ്വസിച്ചിരുന്ന ശശിധരൻ കർത്ത കൊടുത്ത കൈക്കൂലിയുടെയൊക്കെ കണക്ക് എഴുതി വെച്ചു. ഇൻകം ടാക്സുകാർ പരിശോധന നടത്തിയപ്പോൾ മാസപ്പടി ഡയറിയും പൊക്കി. എന്നാൽ പിണറായിയുടെ അന്തർധാര ശക്തമായതുകൊണ്ട് അത് കേവലം ഇൻകം ടാക്സ് കേസിൽ ഒതുങ്ങിപ്പോയി. ഇൻകം ടാക്സിന് പിഴയും പലിശയും അടച്ചതോടെ അവരുടെ പ്രശ്നം പരിഹരിച്ചു. പിന്നീട് മനോരമയുടെ ലേഖകൻ അത് കുത്തിപ്പൊക്കി കൊണ്ടുവരികയും മാത്യു കുഴൽനാടനെ പോലൊരു കോൺഗ്രസ് നേതാവും ഷോൺ ജോർജിനെ പോലൊരു BJP നേതാവും കട്ടയ്ക്ക് പിണറായിയുടെ ഭീഷണികളെ അതിജീവിച്ച് രംഗത്തിറങ്ങുകയും ചെയ്തതോടെ വിജയന്റെ കപട ആത്മവിശ്വാസം തകർന്നു തുടങ്ങി. പക്ഷേ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കാര്യം പുറത്തു പറയാതെ വിജയൻ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് നുണ പറഞ്ഞ് അടിമകളായ പാർട്ടി സഖാക്കളെ പറ്റിച്ചുകൊണ്ടിരുന്നു. 2026 ആയപ്പോഴേക്കും പൊതുജനത്തിന് കാര്യം ബോധ്യമായി. അവർ ചവിട്ടി പുറത്താക്കി ഈ തിരുട്ടു കുടുംബത്തെ. ഈ അസാധാരണമായ ഷോക്ക് കേന്ദ്ര സർക്കാരിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന കേന്ദ്ര BJP നേതൃത്വം പരോക്ഷമായി വിജയനെ പിന്തുണച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളുടെ പരിപൂർണ പിന്തുണയുള്ള മുന്നണിയെ ഒരു കാരണവശാലും തകർക്കാൻ കഴിയില്ല. BJPക്ക് വളരണമെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് CPMന്റെ തകർച്ച. ഈ തന്ത്രപരമായ ട്വിസ്റ്റാണ് വാസ്തവത്തിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷണം കടുപ്പിക്കാൻ കാരണമായത്. അന്വേഷണ ഏജൻസികളോട് പിണറായി വിജയനെയും CPMനെയും പൂട്ടാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞതുകൊണ്ടല്ല, നേരെ മറിച്ച് വിജയനെ സംരക്ഷിക്കാനുള്ള അവരുടെ വ്യഗ്രത അവർ വേണ്ടെന്ന് വെച്ചു എന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ വിജയനും മകളും മരുമകനുമൊക്കെ വെള്ളം കുടിക്കുന്നത്. എക്സാലോജിക് എന്ന പേരിൽ ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത വിജയന്റെ മകളുടെ കടലാസ് കമ്പനി അക്കൗണ്ടിലൂടെ മാസപ്പടി കൊടുത്തതിനെക്കുറിച്ച് മാത്രമായിരുന്നു കേസെങ്കിലും അന്വേഷണമെങ്കിലും ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിജയന്റെ മകൾ നമ്മൾ കരുതിയതിനേക്കാൾ വലിയ കുറ്റവാളിയായിരുന്നു എന്നാണ്. ഏതാണ്ട് 20 കോടിയിലധികം രൂപ അവർ അവരുടെ 2 കമ്പനികളുടെ പേരിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് ED പരസ്യമായി പറയുന്നു. മാത്രമല്ല കള്ളപ്പണ ഇടപാട് നടത്തിയെന്നും 3,49,000 ദിർഹം, അതായത് ഏതാണ്ട് 85 ലക്ഷം രൂപ
ദുബായിലേക്ക് കടത്തിയെന്നും 20,05,00,000 രൂപ ഇന്ത്യൻ കറൻസിയിൽ ഇടപാട് നടത്തിയെന്നും ഈ കള്ളപ്പണ ഇടപാടുകളൊക്കെ മറച്ചു വയ്ക്കാൻ, രേഖയുണ്ടാവാതിരിക്കാൻ സാധാരണ ഫോൺ വേണ്ടെന്ന് വെച്ച് വൈഫൈ എനേബിൾഡ് സിം കാർഡ് ഉപയോഗിച്ചിരുന്നുവെന്നും ഇ ഡി പറയുന്നു. ഈ സിം കാർഡ് വാങ്ങിയത് റിയാസിന്റെ ഒരു സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവിന്റെ പേരിലാണ്. ഈ സിം കാർഡിലൂടെയാണ് വൈഫൈ കോളുകളും ഇന്റർനെറ്റ് കോളുകളും നടത്തി ഇടപാടുകൾ ഉറപ്പിച്ചത്. ദുബായിലേക്ക് അടക്കം ഹവാല ഇടപാടുകളിലൂടെ സാമ്പത്തിക മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. വീണ വിജയൻ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ പേരിലേക്ക് മാറ്റുകയും റിയാസ് അവിടെ നിന്ന് വേണ്ടപ്പെട്ട ചില സഖാക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഈ വിവരമൊന്നും കണ്ടെത്താൻ കഴിയുമെന്ന് ഇ ഡി കരുതിയതല്ല. എന്നാൽ വേണ്ടത്ര വിവേകത്തോടെ, ഉത്തരവാദിത്വത്തോടെ പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ് സാധന സാമഗ്രികൾ വലിയൊരു വാടക വീട്ടിലേക്ക് മാറ്റിയപ്പോൾ, അതെല്ലാം ഒരു മുറിയിൽ കൂട്ടിയിട്ടപ്പോൾ അതേ ദിവസം തന്നെ അവിടെ കയറി അതെല്ലാം പിറക്കിയെടുത്തുകൊണ്ട് പോയി തെളിവുകൾ ശേഖരിച്ചു. വീണയുടെ ഒരു ചുവന്ന ഡയറിയാണ് നിർണായക തെളിവായി മാറിയത്. കരിമണൽ കർത്ത തൻ്റെ മാസപ്പടി ഡയറിയിൽ എഴുതി വെച്ചതുപോലെ വീണയും തൻ്റെ അക്കൗണ്ടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പണമൊക്കെ, താൻ നടത്തിയ ഇടപാടുകളൊക്കെ കുറിച്ചു വെച്ചിരുന്നു. മറ്റാരും അറിയാതിരിക്കാൻ വീണ തൻ്റെ കൈപ്പടയിൽ തന്നെയാണ് ഇതൊക്കെ കുറിച്ചു വെച്ചത്. അങ്ങനെ കുറിച്ചു വെച്ച ആ കടലാസ് കഷ്ണം നിർണായകമായ തെളിവായി മാറി. വളരെ ശാസ്ത്രീയമായി കൈയക്ഷരം പരിശോധിച്ചാൽ ഇത് വീണ എഴുതിയതാണ് എന്ന് ബോധ്യപ്പെടാം. അങ്ങനെ വീണയുടെ ഡയറിയിൽ കുറിക്കപ്പെട്ട പേരിൻ്റെ ഉടമകളുടെ വിശദാംശങ്ങൾ ഇ ഡി ശേഖരിക്കുന്നു. അവർ വീണയുമായും റിയാസുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു. അവരെല്ലാവരും തന്നെ CPM-ൻ്റെയോ DYFI-യുടെയോ കോഴിക്കോട് ഭാഗത്തെ നേതാക്കളും റിയാസിൻ്റെ സുഹൃത്തുക്കളുമാണ്. അങ്ങനെ വീണ തന്നെ തൻ്റെ ഭർത്താവിലേക്കുള്ള വഴി തെളിച്ചു കൊടുത്തു. ആ 6 പേരുടെ വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയത്. നിഖിൽ, നന്ദുലാൽ, ഷൈജൽ, ഫെബിഷ്, വാരിഷ്, ഫൈജാസ് എന്നീ 6 പേരാണ് ഈ കൂട്ടുകച്ചവടത്തിന് കൂട്ടുനിന്നത്. ഇവരുടെ രേഖകൾ മുഴുവൻ പരിശോധിച്ചിരിക്കുന്നു. ഇവരെ മുഴുവൻ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. അവർക്ക് സ്വന്തം തടി തപ്പിയാൽ മതി. അതുകൊണ്ട് തന്നെ അവർ മുഹമ്മദ് റിയാസിനെതിരെയും വീണയ്ക്കെതിരെയും മൊഴി കൊടുത്തേക്കും. അല്ലാതെ അനാവശ്യമായ പണി ഇരന്ന് വാങ്ങിയേക്കില്ല എന്നാണ് ഇ ഡി കണക്കാക്കുന്നത്. ഇതൊക്കെ കണ്ട് വിരണ്ടിട്ടാണ് CPM ഇന്നലെ രാഷ്ട്രീയ വേട്ട എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയത്. രാഷ്ട്രീയ വേട്ടയാണെങ്കിൽ DYFI-ക്കാർ എങ്ങനെ ഇത്ര സമ്പന്നരായി? അവരെന്തിന് ഇത്തരം ഇടപാടുകൾ നടത്തി? അവരെന്തിന് വൈഫൈ കോളിലൂടെ, ഇൻ്റർനെറ്റ് കോളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തി? എന്തുകൊണ്ടാണ് ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ മറച്ചു വെച്ചത്? എങ്ങനെയാണ് ഈ കമ്പനികൾക്ക് വരുമാനമുണ്ടായത് എന്നൊക്കെ പറയേണ്ടതുണ്ട്. ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന പേരിൽ വീണയ്ക്ക് ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ ദിവസങ്ങളിലാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മുഹമ്മദ് റിയാസ് പറയുന്നു തൻ്റെ സത്യവാങ്മൂലത്തിൽ അത് വെളിപ്പെടുത്തിയിരുന്നു എന്ന്. അത് സത്യമാണ്. മുഹമ്മദ് റിയാസിൻ്റെ സത്യവാങ്മൂലത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ ലേക്കർ ഇന്ത്യ കോർപ്പിൻ്റെ പേരുണ്ടായിരുന്നു. അതിൻ്റെ ആസ്തി മൂല്യമായി വീണയുടെ പേരിൽ എഴുതി വെച്ചിരുന്നത് 10 ലക്ഷം രൂപയാണ്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുമ്പോൾ അതിൽ ബാക്കിയുണ്ടായിരുന്നത് 15,57,444 രൂപയും. എന്ന് മാത്രമല്ല, ഇ ഡി കോഴിക്കോട് പന്തീരാങ്കാവിലുള്ള ബൈത്തുൽ മുബാറക് ബിൽഡിങ്ങിലെ ഈ ലേക്കർ ഇന്ത്യ കോപ്പ് എന്ന കമ്പനിയുടെ ഓഫീസ് സന്ദർശിക്കുകയാണ്. ആ കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ ഒരു ചെറിയ മുറിയിൽ ചുവരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബോർഡ്, ഒരു GST നമ്പരുമുണ്ട്. എന്നാൽ അവിടെ അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തത് കോഴിക്കോടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ സപ്ലൈ ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമെന്നാണ്. ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും ജീവനക്കാർ ഉള്ളതായി ആർക്കും അറിയില്ല. എന്നാൽ കൃത്യമായി വാടക കിട്ടുന്നുണ്ട്, കൃത്യമായി GST അടയ്ക്കുന്നുണ്ട്, കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സാമ്പത്തിക ഇടപാടുകൾ നിയമപരമാക്കാൻ വേണ്ടി ഒരു കടലാസ് കമ്പനി തുടങ്ങി അതിന് നിയമസാധുത ഉറപ്പാക്കാൻ ഒരു ഓഫീസ് എടുത്തു എന്ന് മാത്രം. അനീസ് കോടാമ്പയിൽ എന്നൊരാളാണ് വീണയുടെ പാർട്ട്ണർ. 2023 രജിസ്റ്റർ ചെയ്ത ഈ പാർട്ണർഷിപ്പിലെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്താൻ അധികാരമുള്ളത് വീണയ്ക്ക് മാത്രമാണ്. അതിൻ്റെ മാനേജിംഗ് പാർട്ട്ണറും വീണ തന്നെയാണ്. എവിടെ തെളിവ് എന്ന് ചോദിച്ചായിരുന്നു വീണയുടെ ഭർത്താവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഇന്നലെ രംഗപ്രവേശം ചെയ്തത്. ഇന്നാ പിടിച്ചോ തെളിവ് എന്ന് പറഞ്ഞ് വിശദമായി ഇതുവരെ പുറത്തുവിടാത്ത വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇ ഡി അപ്പോൾ തന്നെ പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. ആ പത്രക്കുറിപ്പ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളം.
കാരണം അതിൽ എണ്ണി എണ്ണി പറയുന്നു പിണറായി വിജയൻ എന്ന പാർട്ടി സഖാവിൻ്റെ മകൾ ഭരണത്തിൻ്റെ തണലിൽ കോടികളുടെ ഇടപാട് നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ. ആ പത്രക്കുറിപ്പ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇങ്ങനെ വായിക്കാം. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേൽസ് ലിമിറ്റഡ് നടത്തിയ കോർപ്പറേറ്റ് തട്ടിപ്പും കൈക്കൂലി ഇടപാടുകളും സംബന്ധിച്ച് 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കൊച്ചി മേഖലയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 18/08/2026 കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിലായി റെയ്ഡ് നടത്തി. കോഴിക്കോട് നടന്ന റെയ്ഡിന്റെ വിശദാംശങ്ങളാണിത്. ഇംഗ്ലീഷിലാണ് ഇട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രക്കുറിപ്പ് ഞാൻ പ്രേക്ഷകരെ കാണിച്ചു. മലയാളത്തിലേക്ക് നമ്മൾ ജെമിനി വഴി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. കോർപ്പറേറ്റ് തട്ടിപ്പിനും കൈക്കൂലി നൽകിയതിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO ആരംഭിച്ച അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ PMLA പ്രകാരം ED കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. കോർപ്പറേറ്റ് തട്ടിപ്പിന് SFIO 03/04/2025 പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തു. CMRL 15 വർഷത്തിനിടെ 182 കോടിയുടെ സാങ്കല്പിക പണച്ചെലവ് നടത്തിയതായും ഇത് വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകിയതായും SFIO അന്വേഷണത്തിൽ വെളിപ്പെടുത്തി. CMRL രജിസ്റ്റർ ചെയ്ത വ്യാജ ചെലവുകളിൽ ഒന്ന് മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ P. വിജയന്റെ മകൾ ശ്രീമതി വീണയ്ക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീമതി വീണയുടെ കമ്പനിയായ മെസേഴ്സ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു 1 പേഴ്സൺ കമ്പനി IT കൺസൾട്ടൻസി സർവീസിന്റെ മറവിൽ CMRL 2,78 ലക്ഷം രൂപയുടെ വ്യാജ പേയ്മെന്റുകൾ സ്വീകരിച്ചു. കൂടാതെ CMRLന്റെ MD ശശിധരൻ കർത്ത നടത്തുന്ന MS എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സാലോജിക്കിന് സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടും എക്സാലോജിക്കിന് 50 ലക്ഷം രൂപയുടെ വായ്പ നൽകി. ED മുമ്പ് നടത്തിയ അന്വേഷണങ്ങളിൽ SN ശശിധര കർത്തയുടെ നേതൃത്വത്തിലുള്ള CMRL മാനേജ്മെന്റ് കുറ്റകൃത്യങ്ങളിലൂടെയാണ് ആസ്തി ഉണ്ടാക്കിയതെന്നും വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകിയിട്ടുണ്ടെന്നും കണ്ടെത്തി. CMRL നിന്ന് യാതൊരു സേവനവും നൽകാതെ പണം സ്വീകരിച്ചവരിൽ ഒരാളാണ് ശ്രീമതി വീണ. 27/05/2026 വീണയിലും CMRLന്റെ പ്രൊമോട്ടർമാരിലും ED പരിശോധന നടത്തിയിരുന്നു. പ്രസ്തുത പരിശോധനയിൽ ശ്രീമതി വീണ പരിപാലിക്കുന്ന ചില കൈയെഴുത്ത് അക്കൗണ്ടുകൾ ED കണ്ടെത്തി. കൈയെഴുത്ത് കുറിപ്പുകളിൽ വ്യക്തികളുടെ പേരുകൾ, കൈകാര്യം ചെയ്ത ചെലവഴിച്ച തുകകൾ, ദുബായിലേക്ക് മാറ്റിയ തുകകൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു. അക്കൗണ്ടുകളിൽ AED ദുബായ് കറൻസിയിൽ കൈകാര്യം ചെയ്ത തുകയുടെ വിശദാംശങ്ങളും ഇന്ത്യൻ രൂപയും ഉണ്ടായിരുന്നു. കുറിപ്പുകൾ പ്രകാരം ദുബായിലേക്ക് മാറ്റിയ തുക ഏകദേശം 3.49 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 85 ലക്ഷം രൂപയ്ക്ക് തുല്യം. ഇന്ത്യൻ രൂപയുടെ അക്കൗണ്ടുകളിൽ ഏകദേശം 20.05 കോടി രൂപയാണ് കൈയെഴുത്ത് അക്കൗണ്ടുകൾ ED പിടിച്ചെടുത്തു. ശ്രീമതിയിൽ നിന്ന് പിടിച്ചെടുത്ത മറ്റൊരു വ്യക്തിയുടെ പേരിൽ വൈഫൈ റൂട്ടർ ഉപയോഗിക്കുന്നതിനായി ലഭിച്ച ഒരു സിം കാർഡിന്റെ ഫോട്ടോയും പിടിച്ചെടുത്തു. ഒരു സിം കാർഡിന്റെ ഫോട്ടോയും വീണയുടെ കൈവശമുണ്ടായിരുന്നു. ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ വഴിയുള്ള ആശയവിനിമയമായി സിമ്മും വൈഫൈ റൂട്ടറും മറ്റൊരാളുടെ പേരിൽ അവർ വാങ്ങിയത് സംശയിക്കുന്നു. ശ്രീമതി വീണയുടെ കൈയെഴുത്ത് അക്കൗണ്ടുകളിൽ പേരുള്ള എല്ലാ വ്യക്തികളെയും സിം കാർഡ് നൽകിയ വ്യക്തിയെയും പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധനയ്ക്കായി നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. മൊഴികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹവാല ചാനലുകൾ ഉപയോഗിച്ച് പണം കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വീണ തന്റെ വരുമാന സ്രോതസ്സുകൾക്ക് അപ്പുറമുള്ള തുകകൾ കൈകാര്യം ചെയ്തതായി ED നടത്തിയ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നു. അവരുടെ കൈപ്പടയിൽ എഴുതിയ അക്കൗണ്ടുകളിൽ പറഞ്ഞിരിക്കുന്ന തുകകൾ CMRL ലഭിച്ച തുകയേക്കാൾ കൂടുതലാണ്. നിയമപ്രകാരമായി ED നിയമ നടപടി സ്വീകരിക്കും. കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കാൻ. ഇതാണ് ആ പ്രസ് റിലീസിന്റെ പൂർണ്ണ രൂപം. ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാം, ഏറെ വൈകാതെ തൈക്കണ്ടി തിരുത്തു കുടുംബത്തിലെ സകലരും, മാഫിയ ഡോൺ വിജയനടക്കം, ഏറെ ചേർത്ത് പിടിക്കുന്ന മകളടക്കം, മരുമകനടക്കം എല്ലാവരും ജയിലിലേക്ക് പോകുമെന്ന്